ഒരു സംശയം ചോദിക്കട്ടെ? ആണാണോ പെണ്ണാണോ ആദ്യം ഉണ്ടായത്? ആണില്ലാതെ പെണ്ണും പെണ്ണില്ലാതെ ആണും ഉണ്ടാവില്ലല്ലോ. ഏകകോശ ജീവികൾ മുതൽ തന്നെ ആൺ പെൺ വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അതിന് ആദ്യം എന്താണ് ആണ് എന്താണ് പെണ്ണ് എന്ന് നിർവചിക്കണ്ടേ? അപ്പോൾ എന്താണ് ആണ് എന്താണ് പെണ്ണ്? മനുഷ്യന്റെ കാര്യം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, സകല ജീവജാലങ്ങളുടെയും കാര്യമാണ്. അതായത് ബയോളജിസ്റ്റുകൾ ഒരു വർഗത്തിലെ ആണിനെയും പെണ്ണിനെയും വേർതിരിക്കുതെങ്ങനെ? ഉത്തരം വളരെ ലളിതമാണ്. ചെറിയ പ്രത്യുൽപാദന കോശങ്ങൾ ഉള്ളത് ആണ്. ആൺ പ്രത്യുൽപാദന കോശങ്ങളെ ബീജം അഥവാ സ്പേം എന്നു വിളിക്കും. വലിയ പ്രത്യുൽപാദന കോശങ്ങൾ ഉള്ളത് പെണ്ണ്. പെൺ പ്രത്യുൽപാദന കോശങ്ങളെ അണ്ഡം അഥവാ ഓവം എന്നു വിളിക്കും. അത് കൃമികീടങ്ങളും ചില ചെടികളും മുതൽ മനുഷ്യർ വരെ അങ്ങനെ തന്നെയാണ്. ആണും പെണ്ണും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം ഇത്രയുള്ളൂ. ബാക്കി പ്രത്യക്ഷത്തിൽ കാണുന്ന ബാഹ്യ വ്യത്യാസങ്ങളെല്ലാം ഈ ഒരു ചെറിയ വ്യത്യാസത്തിന്റെ പർവ്വതീകരണം മാത്രമാണ്. ആദ്യമുണ്ടായത് രണ്ട് വ്യത്യസ്ത വലുപ്പത്തിലുള്ള പ്രത്യുൽപാദന കോശങ്ങളാണ്. അവയിൽ നിന്നാണ് ആൺ ജീവിയും പെൺ ജീവിയും ഉണ്ടായത്. ബാഹ്യശരീരം വ്യത്യസ്ത വലുപ്പമുള്ള പ്രത്യുൽപാദന കോശങ്ങളുടെ വാഹനങ്ങൾ മാത്രമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ജീവജാലങ്ങളിൽ ആണും പെണ്ണും എന്ന രണ്ട് വിഭാഗങ്ങൾ മാത്രം? പല തിയറികളും ഉണ്ടെങ്കിലും ധാരാളം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശരിയാകാൻ സാധ്യതയുള്ളത് പാരസൈറ്റുകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ എന്നതാണ്. പതിവുപോലെ ഇത് വിശദീകരിക്കാൻ പരിണാമ സിദ്ധാന്തം വേണ്ടിവരും. പ്രകൃതിയിൽ എല്ലാവരും പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പാരസൈറ്റ് കോശത്തിന്റെ വീക്ഷണത്തിൽ മറ്റൊരു കോശം സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ച് വളർന്ന് തന്റെ വംശം വർദ്ധിപ്പിക്കാനുള്ളതാണ്. എളുപ്പത്തിൽ ആഹാരം സമ്പാദിക്കാനുള്ള ഒരു മാർഗം. അതേസമയം ആ കോശത്തിന്റെ ഉദ്ദേശ്യം പാരസൈറ്റ് കോശത്തിന് പിടികൊടുക്കാതെ ജീവിച്ച് സമയമാകുമ്പോൾ സ്വന്തം വംശവൃദ്ധം നടത്തുക എന്നതും. ഇവിടെ അല്പം വിശദീകരണം വേണം. പാരസൈറ്റിന്റെ ഉദ്ദേശ്യം എന്നൊക്കെ പറയുമ്പോൾ ഈ കോശത്തിന് ആലോചിക്കാൻ ബുദ്ധിയുണ്ടോ? ആരാണ് അതിനെ അത് പഠിപ്പിച്ചത് എന്നൊക്കെ സൃഷ്ടിവാദികൾ ആക്ഷേപം ഉന്നയിച്ചേക്കാം. ഒരു കോശവും അങ്ങനെ ബോധപൂർവം ആലോചിച്ചല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്. അങ്ങനെ പെരുമാറുന്നതിന് പ്രേരിപ്പിക്കുന്ന ജീനുകളുള്ള കോശങ്ങൾ സമാനമായ അവസ്ഥയിൽ ജീവിക്കുന്ന അത്തരം ജീനുകളില്ലാത്ത കോശങ്ങളെക്കാൾ കൂടുതൽ പിൻഗാമികളെ ഉണ്ടാക്കും എന്നേ അർത്ഥമുള്ളൂ. ഇവിടെ പാരസൈറ്റിന് ഒരു അലൈംഗിക ജീവിയെ അപേക്ഷിച്ച് അല്പം മേൽക്കൈ ഉണ്ട്. അലൈംഗിക ജീവികളുടെ കാര്യത്തിൽ അവയുടെ അടുത്ത തലമുറ അതിന്റെ തന്നെ ശരിപ്പകർപ്പുകൾ അഥവാ ക്ലോണുകൾ ആയിരിക്കും. അതായത് എല്ലാ തലമുറയും ഒരുപോലിരിക്കും. പാരസൈറ്റിന് ഒരു അലൈംഗിക ജീവിയുടെ പ്രതിരോധം തകർക്കാനുള്ള എന്തെങ്കിലും സംവിധാനം മ്യൂട്ടേഷനിലൂടെ കിട്ടിയാൽ അതെത്ര കാത്തിരുന്നിട്ടായാലും ശരി, ആ ജീവിയുടെയും അതിന്റെ അനന്തര തലമുറകളുടെയും കഥ അവിടെ കഴിയും. 1840-ലെ ഐറിഷ് പൊട്ടറ്റോ ഫാമിൻ കേട്ടിട്ടില്ലേ? അയർലൻഡിൽ ഉരുളക്കിഴങ്ങിനെ ബാധിച്ച ഒരു ഫംഗസ് രോഗം മൂലം കൃഷി മുഴുവൻ നശിച്ചു. 1.5 മില്യൺ ആളുകളാണ് അന്ന് പട്ടിണി കൊണ്ട് മരിച്ചത്. അതിനു കാരണം ഉരുളക്കിഴങ്ങ് ഒരു അലൈംഗിക സസ്യമാണ് എന്നതാണ്. അതിന്റെ സന്തതി പരമ്പരകൾ എല്ലാം ഒരേ ചെടിയുടെ ക്ലോണുകൾ ആയിരിക്കും. അതിനെ ആക്രമിച്ച ഫംഗസ് ഒരു ലൈംഗിക ജീവിയും. അതാണ് സെക്സിന്റെ ഗുണം. മിക്ക മൃഗങ്ങളും ചില സസ്യങ്ങളും നമ്മുടെ കിടപ്പറ കുത്സിതങ്ങൾക്കു തുല്യമായ വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നതിൽ അത്ഭുതമില്ല. സെക്സ് എന്നാൽ രണ്ടു ജീവികളുടെ DNA കൂട്ടിക്കലർത്തി പുതിയ ജീവിയെ ഉണ്ടാക്കുക എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ ഓരോ തലമുറയും മുൻ തലമുറയിൽ നിന്നും അല്പം വ്യത്യാസപ്പെട്ടിരിക്കും. പാരസൈറ്റുകൾക്ക് അവയെ കീഴടക്കാൻ പ്രയാസമായിരിക്കും. കൂടെ പാസ്വേഡുകൾ മാറ്റി കമ്പ്യൂട്ടറിലേക്കുള്ള നുഴഞ്ഞുകയറ്റം തടയാൻ ശ്രമിക്കുന്നതുപോലെ എന്നു പറയാം. നമ്മുടെ എല്ലാം കോശങ്ങളിൽ കാണുന്ന മൈറ്റോകോൺട്രിയ പണ്ടുകാലത്ത് മറ്റൊരു സ്വതന്ത്ര കോശമായിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. ചെടികൾക്കു പച്ചനിറം നൽകുന്ന, ചെടികളിലെ ഊർജ്ജോൽപാദനം നിർവഹിക്കുന്ന ക്ലോറോപ്ലാസ്റ്റുകളും പണ്ടൊരു കാലത്ത് ഇതുപോലെ ഒരു സ്വതന്ത്ര കോശമായിരുന്നു. സ്വന്തമായി ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ഈ ബ്ലൂ ഗ്രീൻ ആൽഗെ വംശജൻ പണ്ടെന്നോ കോശങ്ങളുടെ ഉള്ളിൽ കടന്നു കൂടിയതാണ്. ഇതുകൊണ്ട് രണ്ടു കൂട്ടർക്കും പ്രയോജനമുണ്ട്. മൈറ്റോകോൺട്രിയയ്ക്ക്, അതായത് ആ ബ്ലൂ ഗ്രീൻ ആൽഗെ വംശജൻ, ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം കിട്ടും. പകരം കോശത്തിന് മൈറ്റോകോൺട്രിയ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജത്തിന്റെ ഒരു പങ്കും കിട്ടും. ഇതൊക്കെ കോശങ്ങൾ മീറ്റിംഗ് കൂടി തീരുമാനിക്കുന്നതാണോ? ആരാണ് അവയ്ക്ക് ബുദ്ധി കൊടുത്തത് എന്നൊക്കെ സൃഷ്ടിവാദികൾ ചോദിച്ചേക്കാം. അങ്ങനെ സഹകരിക്കാത്ത കോശങ്ങൾ നശിച്ചുപോയി. സഹകരിച്ചവരുടെ അനന്തര തലമുറയാണ് ഇന്നു കാണുന്ന ജീവികൾ. ഒരു പക്ഷേ ഈ സഹകരണം ആരംഭിച്ചത് ഒരു ആദിമ ബ്ലൂ ഗ്രീൻ ആൽഗയെ വിഴുങ്ങാനിടയായ പാരസൈറ്റ് കോശത്തിന് അതിനെ ദഹിപ്പിക്കാൻ സാധിക്കാതിരുന്നതുകൊണ്ടാകാം. ഒരു പക്ഷേ ആ പാരസൈറ്റ് കോശം ദുർബലനായിരുന്നിരിക്കാം. അല്ലെങ്കിൽ വിഴുങ്ങപ്പെട്ട ആ കോശം കൂടുതൽ ശക്തനായിരുന്നിരിക്കാം. രണ്ടായാലും സുതാര്യമായ കോശത്തിനകത്തു കുടുങ്ങിപ്പോയ ആ ചങ്ങാതി സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജ്ജമുണ്ടാക്കുന്ന തന്റെ പ്രവൃത്തി തുടർന്നു. അങ്ങനെ പരസ്പരം സഹകരിക്കാൻ ഇടയായ അവരുടെ പിൻഗാമികൾക്ക് മേൽക്കൈ കിട്ടി. അല്ലാത്തവർ നശിച്ചുപോയി. കോശങ്ങൾ ഇങ്ങനെ സഹകരിച്ചു എന്നു കരുതി ഇവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നർത്ഥമില്ല. നമ്മുടെ മുന്നണി രാഷ്ട്രീയം പോലെ ചില പൊട്ടലും ചീറ്റലുമൊക്കെ നടക്കുന്നുണ്ട്. മൈറ്റോകോൺട്രിയയ്ക്ക് സ്വന്തമായി വേറെ DNA ഉണ്ട്. കോശത്തിന്റെ ന്യൂക്ലിയസിലെ DNAയുടെ ഉത്തരവുകൾ അവ അനുസരിക്കാറുമില്ല.
കോശങ്ങളിലെ DNA-യും മൈറ്റോകോൺട്രിയയുടെ DNA-യും തമ്മിലുള്ള ആഭ്യന്തര കലഹങ്ങൾ മൂലമുണ്ടാകുന്ന പല ജനിതക അസുഖങ്ങളും മനുഷ്യരിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. നേത്രനാഡിയുടെ നാശം മൂലമുണ്ടാകുന്ന അന്ധത ഉദാഹരണം. ഇവിടെ മുന്നണി മര്യാദകൾക്കനുസരിച്ച് മൈറ്റോകോൺട്രിയയുടെ DNA പെരുമാറാൻ തയ്യാറാകാത്തതാണ് പ്രശ്നം. ഇങ്ങനെ മൈറ്റോകോൺട്രിയ വഹിക്കുന്ന 2 കോശങ്ങൾ കൂടിച്ചേർന്ന് പുതിയ തലമുറയെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ശരിക്കും കുഴപ്പം തുടങ്ങുക. ഇവ യോജിച്ചുണ്ടാകുന്ന പുതിയ കോശത്തിൽ 2 തരം മൈറ്റോകോൺട്രിയ ഉണ്ടാകും. ഉടനെ പാളയത്തിൽ പട തുടങ്ങും. അത് ഒരു നിലക്കു മുന്നോട്ടു പോകില്ല. ഇതിനു പ്രതിവിധിയായി മൈറ്റോകോൺട്രിയുള്ള കോശങ്ങൾ മൈറ്റോകോൺട്രിയില്ലാത്ത കോശങ്ങളുമായി മാത്രം ബന്ധം മതി എന്നു തീരുമാനിക്കുകയായിരുന്നു. ആരാണ് അങ്ങനെ തീരുമാനിച്ചത്? കോശങ്ങൾക്ക് അങ്ങനെ തീരുമാനിക്കാനുള്ള ബുദ്ധിയുണ്ടോ എന്നൊക്കെ ചോദ്യം വരാം. തീരുമാനിച്ചു എന്നാൽ കോശങ്ങൾ സഭ കൂടി വോട്ടിനിട്ട് തീരുമാനിച്ചു, അല്ലെങ്കിൽ ഒരു ദൈവം അങ്ങനെ തീരുമാനിച്ചു എന്നല്ല. അങ്ങനെ തീരുമാനിച്ച പോലെ പെരുമാറാത്ത കോശങ്ങൾക്ക് അനന്തര തലമുറ ഉണ്ടായില്ല എന്ന് പറയുന്നതിന്റെ ഷോർട്ട് ഹാൻഡ് രൂപമാണ് അത്. അങ്ങനെ മൈറ്റോകോൺട്രിയ വേണ്ടെന്നു തീരുമാനിച്ച അഥവാ തോറ്റുപോയ കോശമാണ് ബീജം. പുതിയ സൃഷ്ടിക്കു വേണ്ട DNA മാത്രമാണ് ബീജത്തിൽ നിന്നു കിട്ടുന്നത്. പുതിയ കോശത്തിനു വേണ്ട മൈറ്റോകോൺട്രിയയും മറ്റു സംവിധാനങ്ങളുമെല്ലാം അണ്ഡത്തിന്റെ സംഭാവനയാണ്. നമ്മുടെ മൈറ്റോകോൺട്രിയ അമ്മ വഴി കിട്ടുന്നതാണ്. അമ്മ, അമ്മൂമ്മ, വലിയമ്മൂമ്മ അങ്ങനെ പോകും. അച്ഛന്റെ ഭാഗത്തുനിന്ന് മൈറ്റോകോൺട്രിയ ഉണ്ടാകില്ല. മൈറ്റോകോൺട്രിയയിലെ DNA ന്യൂക്ലിയസിലെ DNA-യുമായി ഒരിക്കലും കൂടിക്കലരാത്തതുകൊണ്ട് പരിണാമത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ മൈറ്റോകോൺട്രിയൽ DNA-യുടെ പഠനം സഹായിക്കും. വലിയ ലൈംഗിക കോശത്തിൽ ഭ്രൂണത്തിന് വളരാനുള്ള പോഷകങ്ങൾ ധാരാളം ഉണ്ടാകും. ചെറിയ ലൈംഗിക കോശത്തിന് ഭാരം കുറവായതുകൊണ്ട് വേഗം അണ്ഡത്തിനടുത്ത് എത്തിച്ചേരാം. മാത്രമല്ല നിർമ്മാണ ചിലവ് കുറവും. അപ്പോൾ ഈ 2 കോശങ്ങൾക്കും ഗുണവശങ്ങളുണ്ട്. പക്ഷേ അതുപോലെയല്ല 2 സൂത്രങ്ങളും ഒരുമിച്ച് പ്രയോഗിക്കാൻ ശ്രമിക്കുന്ന ഇടത്തരം വലുപ്പമുള്ള ലൈംഗിക കോശങ്ങളുടെ കാര്യം. അവയ്ക്ക് 2 കൂട്ടരുടെയും ഗുണങ്ങൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ദോഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതായത് ഇടത്തരം വലുപ്പമുള്ള കോശങ്ങളുടെ ഭ്രൂണത്തിന് ആവശ്യത്തിന് പോഷകമില്ലായ്മ, ഭാരക്കൂടുതൽ, അനാവശ്യ ചെലവ് മുതലായ ദോഷങ്ങൾ ഉള്ളതിനാൽ പ്രകൃതി അവയെ നിഷ്കരുണം തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാണ് വളരെ വലുതും തീരെ ചെറുതുമായ ലൈംഗിക കോശങ്ങൾ മാത്രം നിലനിൽക്കുന്നത്. ഇനിയാണ് രസം. സന്താനോൽപാദനം എന്ന ഈ പങ്കുകച്ചവടത്തിൽ ആൺകോശത്തിന്റെയും പെൺകോശത്തിന്റെയും മൂലധന നിക്ഷേപം തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്ന് നാം കണ്ടല്ലോ. ഒരു ബീജകോശത്തിന്റെ 1000 ഇരട്ടിയെങ്കിലും വലുതാണ് ഒരു അണ്ഡകോശം. ബീജകോശങ്ങൾ നിർമ്മിക്കാൻ DNA ഒഴിച്ച് വേറൊന്നും കാര്യമായി വേണ്ടാത്തതുകൊണ്ട് ആണിൻ ചുമ്മാ ഇഷ്ടം പോലെ ബീജങ്ങൾ ഉണ്ടാക്കിവിടാം. അണ്ഡം നിർമ്മിക്കാൻ കൂടുതൽ ചിലവുള്ളതുകൊണ്ട് അത് സംരക്ഷിക്കാനുള്ള ചിലവും പെണ്ണു തന്നെ വഹിക്കുന്നു. അതായത് പെണ്ണിന്റെ പാരന്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണിനേക്കാൾ കൂടുതലായിരിക്കും. ഇവിടെ പാരന്റൽ ഇൻവെസ്റ്റ്മെന്റ് അഥവാ വളർത്തു നിക്ഷേപത്തിന്റെ നിർവചനം ഇതാണ്: ഒരു സന്തതിയുടെ അതിജീവന സാധ്യത കൂട്ടുന്ന, അതേസമയം ജനയിതാവിന് കൂടുതൽ സന്തതികളെ ഉണ്ടാക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്ന എന്തും. അത് ശാരീരികമായ അധ്വാനമാകാം, സമ്പാദിക്കേണ്ട പോഷകങ്ങളാകാം, ചിലവാക്കേണ്ട സമയമാകാം, അതിനെ സംരക്ഷിക്കാൻ നേരിടേണ്ട അപായ സാധ്യതകളാകാം. ഇതെല്ലാം പാരന്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ കീഴിൽ വരും. കാരണം നിലവിലുള്ള സന്തതിക്കു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വേറൊരു സന്തതിയെ ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. 50% ജീനുകൾ ആൺകോശത്തിന്റേതായതുകൊണ്ട് 50% ലാഭം ആണിന് കിട്ടുന്ന ഈ കച്ചവടത്തിൽ ആണിൻ വലുതായൊന്നും നിക്ഷേപിക്കേണ്ടതില്ല. നമ്മൾ സസ്തനികളുടെ കാര്യമാണ് പറയുന്നതെങ്കിലും മറ്റു മൃഗങ്ങളുടെ കാര്യത്തിലും ചില വ്യത്യാസങ്ങളോടെ ഇത് ശരി തന്നെയാണ്. തന്റെ നിക്ഷേപം വെറുതെ പോകാതിരിക്കാൻ പെണ്ണ്, പ്രത്യേകിച്ചു സസ്തനികളിൽ, തന്റെ നിക്ഷേപം ശരീരത്തിനുള്ളിൽ തന്നെ വളർത്തുന്നു. കുഞ്ഞിനു വേണ്ട പോഷകങ്ങളും മറ്റും പെണ്ണ് തന്നെ ഒരുക്കിക്കൊടുക്കുന്നു. അങ്ങനെ ബിസിനസ് സംരംഭത്തിന്റെ മൂല്യം വീണ്ടും കൂടുന്നു. ഈ കച്ചവടം പൊളിഞ്ഞാൽ നഷ്ടം മുഴുവൻ പെണ്ണിനായതുകൊണ്ട് പ്രസവിച്ച ശേഷം മുലപ്പാലിന്റെ രൂപത്തിൽ വീണ്ടും മുതലെടുക്കുന്നു. ഇനി ഇതിന്റെ പ്രത്യാഘാതങ്ങൾ നോക്കാം. ആണിന് ഒരേ സമയം ഒന്നിൽ കൂടുതൽ പെണ്ണുങ്ങളിൽ സന്തതികളെ ഉണ്ടാക്കാൻ സാധിക്കും. എന്നാൽ പെണ്ണിന്റെ കാര്യം അങ്ങനെയല്ല. കൂടുതൽ ആണുങ്ങളുമായി ബന്ധപ്പെട്ടതുകൊണ്ട് പെണ്ണിന് ഗുണമൊന്നുമില്ല. കൂടുതൽ കുട്ടികളൊന്നും ഉണ്ടാകില്ല. ഒരു പ്രസവം കഴിഞ്ഞേ അടുത്തത് തുടങ്ങാൻ പറ്റൂ. മാത്രമല്ല ഇതിനുള്ള നിക്ഷേപം, അതായത് സമയം, അധ്വാനം, ഊർജം, പോഷകങ്ങൾ ഒക്കെ സ്വയം കണ്ടെത്തുകയും വേണം. അതുകൊണ്ട് രതിയെക്കുറിച്ച് എല്ലാ ജീവജാലങ്ങളിലും പെട്ട ആണിനും പെണ്ണിനും വ്യത്യസ്ത വീക്ഷണങ്ങളായിരിക്കും. ആണിന് പ്രലോഭനത്തിലൂടെയോ ബലപ്രയോഗത്തിലൂടെയോ കാര്യം സാധിക്കാം. അതിനായി തുടർച്ചയായി ശ്രമിക്കാം. വല്ലപ്പോഴും മാത്രം വിജയം കണ്ടാൽ പോലും ഇതൊരു നല്ല മാർഗമാണ്. വലിയ ചെലവൊന്നുമില്ലല്ലോ. കിട്ടിയാൽ ഊട്ടി, അല്ലെങ്കിൽ ചട്ടി, അത്ര തന്നെ. പെണ്ണ് പക്ഷെ കുറെ കൂടി ശ്രദ്ധിക്കണം. വെറും DNA മാത്രമല്ലാതെ കൂടുതൽ നിക്ഷേപം നടത്താൻ പറ്റുന്ന ആണിനെയാണ് അവർ നോക്കുന്നത്. അല്ലെങ്കിൽ ആ DNA അത്ര മികച്ചതായിരിക്കണം. പെണ്ണുങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് ഇണയെ തിരഞ്ഞെടുക്കുക. കൃമികീടങ്ങൾ മുതൽ മനുഷ്യർ വരെ ഇതൊക്കെ യുക്തിപൂർവ്വം ചിന്തിച്ചാണ് പെരുമാറുന്നത് എന്നർത്ഥമില്ല. അങ്ങനെ പെരുമാറാത്തവർ അവരുടെ ജീനുകൾ അനന്തരതലമുറയിലേക്ക് കൈമാറിയില്ല എന്നേ അർത്ഥമുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ആണിന്റെ ലൈംഗിക വിജയം എത്ര പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ടു എന്നതിനെ ആശ്രയിച്ചിരിക്കും. എന്നാൽ പെണ്ണുങ്ങളുടെ ലൈംഗിക വിജയം എത്ര ആണുങ്ങളുമായി ബന്ധപ്പെട്ടു എന്നതിനെ ആശ്രയിച്ചല്ല. ആണുങ്ങൾ പരമാവധി എണ്ണത്തിൽ ശ്രദ്ധിക്കുന്നതും പെണ്ണുങ്ങൾ പരമാവധി ക്വാളിറ്റിയിൽ ശ്രദ്ധിക്കുന്നതും ഒന്ന് മറ്റേതിനേക്കാളും മികച്ച തന്ത്രമാണ് എന്ന് പറയാനാകില്ല. രണ്ടും ഓരോ തരത്തിൽ മികച്ച തന്ത്രങ്ങൾ തന്നെയാണ്.
ജീവികളിൽ ആണും പെണ്ണും ഏകദേശം 50% വീതമായതുകൊണ്ട് ചില ആണുങ്ങൾക്ക് സന്താന ഭാഗ്യം ഉണ്ടാകില്ല. കഴിവുള്ള ആണുങ്ങൾ അവരുടെ അവസരം തട്ടിയെടുക്കും. അതുകൊണ്ട് തന്നെ പെണ്ണിനു വേണ്ടിയുള്ള മത്സരം കടുത്തതായിരിക്കും. ചിലർക്ക് ധാരാളം സന്താനങ്ങൾ ഉണ്ടാവാം, ചിലർക്ക് ഒന്നും ഉണ്ടാവില്ല. വീണ്ടും പറയട്ടെ, ഒരു ജീവിയും ഇതൊക്കെ കണക്കുകൂട്ടിയാണ് കുൽസിതങ്ങൾക്ക് ശ്രമിക്കുന്നത് എന്നൊന്നും അർത്ഥമില്ല. പെണ്ണിനു വേണ്ടി മറ്റു ആണുങ്ങളുമായി ശണ്ട കൂടാത്ത, കാണുന്ന പെണ്ണുങ്ങളെയെല്ലാം വശത്താക്കാൻ ശ്രമിക്കാത്ത ആൺജീവി സന്തതികളെ ഉണ്ടാക്കില്ല. അത്തരം ജീനുകൾ കുറ്റിയേറ്റു പോകും. നമ്മളെല്ലാം സെക്സും വയലൻസും ആസ്വദിക്കുന്നതിന് കാരണം മനസ്സിലായില്ലേ? നമ്മളെല്ലാം സെക്സും വയലൻസും ആസ്വാദ്യമായി കരുതിയ ആദിമജീവികളുടെ സന്തതി പരമ്പരകളാണ്. കൂടുതൽ നിക്ഷേപം നടത്തുന്ന വിഭാഗം, അതായത് പെണ്ണ്, ഇണയെ തിരഞ്ഞെടുക്കും. കുറഞ്ഞ നിക്ഷേപം നടത്തുന്ന വിഭാഗം, അതായത് ആണ്, തങ്ങൾ തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി പരസ്പരം മത്സരിക്കും. ഇതാണ് സാധാരണ കാണുന്നത്. ചില പക്ഷികളിൽ ആൺപക്ഷിയാണ് അടയിരിക്കുന്നതും മറ്റും. താരതമ്യേന പെണ്ണിനേക്കാൾ കൂടുതൽ നിക്ഷേപം നടത്തുന്ന ആണുങ്ങളുള്ള ഇതുപോലുള്ള ജീവികളിൽ പെണ്ണാണ് ആണിന്റെ പുറകെ നടക്കുന്നത്. ആണ് കുഞ്ഞിനെ പ്രസവിക്കുന്ന കടൽ കുതിര മറ്റൊരു ഉദാഹരണമാണ്. സസ്തനികളിലെ, പ്രത്യേകിച്ചു പ്രിമേറ്റുകളിലെ ആണുങ്ങൾ ഒരു വകയ്ക്കു കൊള്ളാത്ത അച്ഛന്മാരായിരിക്കും. സന്താനോൽപാദനത്തിന് അവരുടെ ആകെ സംഭാവന ഏതാനും സെക്കൻഡു നേരത്തെ അധ്വാനവും അല്പം ബീജവും. തീർന്നു. ബാക്കിയെല്ലാം പെണ്ണിന്റെ ചുമതലയാണ്. പക്ഷേ മിക്കവാറും പക്ഷികളും മത്സ്യങ്ങളും പ്രാണികളുമൊക്കെ നല്ല അച്ഛന്മാരാണ്. അവർ കൂടുതൽ സമയവും അധ്വാനവും കുഞ്ഞുങ്ങൾക്കു വേണ്ടി ചെലവഴിക്കാറുണ്ട്. ഇങ്ങനെ പാരന്റൽ ഇൻവെസ്റ്റ്മെന്റ് അഥവാ വളർത്തു നിക്ഷേപം കൂടാനും കുറയാനും ജൈവശാസ്ത്രപരമായ കാരണങ്ങളുണ്ട്. അണ്ഡബീജ സങ്കലനം ശരീരത്തിനു പുറത്തുവച്ചു നടക്കുന്ന ജീവികളിൽ ആണുങ്ങളുടെ പാരന്റൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായിരിക്കും. ഉദാഹരണം, മിക്ക മത്സ്യങ്ങളും. പെൺമത്സ്യം അണ്ഡം വെള്ളത്തിലേക്ക് വിടുകയും ആൺമത്സ്യം അതിനുമേൽ തന്റെ ബീജം നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഉണ്ടാകുന്ന സന്തതികൾ തന്റേതാണെന്ന് ഉറപ്പാക്കാൻ മാർഗമുള്ളതുകൊണ്ട് ആൺമത്സ്യത്തിന് ശിശുപരിപാലനത്തിൽ സഹായിക്കാം. ഇതിന്റെ ജനിതക യുക്തി പലർക്കും പിടികിട്ടി കാണില്ല. വല്ലവന്റെയും സന്തതിയെ പോറ്റാൻ ഇടയാകുന്ന ആണിന്റെ ജനിതക ഭാഗധേയം സന്താനോൽപാദനം നടത്താൻ സാധിക്കാത്ത ആണിനേക്കാൾ കഷ്ടമായിരിക്കും. സ്വന്തം ജീനുകളെ അടുത്ത തലമുറയിലേക്കു കടത്തിവിടുന്നില്ല എന്നു മാത്രമല്ല, ഒരു എതിരാളിയുടെ ജീനുകളെ സഹായിക്കുകയും ചെയ്യുന്നു. സ്വാഭാവിക നിർദ്ധാരണം ഇത്തരം അബദ്ധങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, വഞ്ചന തിരിച്ചറിയാൻ സാധിക്കാത്ത ആണുങ്ങൾ കൂടുതൽ പിൻഗാമികളെ ഉണ്ടാക്കിയില്ല എന്നർത്ഥം. സസ്തനികളിൽ ബീജസംശ്ലേഷണവും ഭ്രൂണത്തിന്റെ വളർച്ചയും പെണ്ണിന്റെ ശരീരത്തിനുള്ളിലായതുകൊണ്ട് ആണിൻ വേണമെന്നു കരുതിയാൽ പോലും കാര്യമായി ഒന്നും സംഭാവന ചെയ്യാനില്ല. ആകെ സംഭാവന ഏതാനും സെക്കൻഡ് നേരത്തെ അധ്വാനവും അല്പം ബീജവും മാത്രം. മാത്രമല്ല, സന്തതി തന്റേതാണെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് വെറുതെ കുട്ടിയെ വളർത്താൻ കൂടുന്നതിനു പകരം ആ സമയം കൊണ്ട് പുറത്തുപോയി വേറെ പെണ്ണുങ്ങളിൽ ബീജവിതരണം നടത്താൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. സസ്തനികളിൽ പെണ്ണിനു വേണ്ടിയുള്ള മത്സരം കടുത്തതായിരിക്കും. കാരണം ആണുങ്ങൾ ചറപ്പറ ഉണ്ടാക്കി വിടുന്ന ബീജത്തെ അപേക്ഷിച്ച് അണ്ഡത്തിന്റെ ലഭ്യത കുറവാണ് എന്നതുതന്നെ. ചില ആണുങ്ങൾക്ക് ധാരാളം സന്താനങ്ങൾ ഉണ്ടാവാം, ചിലർക്ക് ഒന്നും ഉണ്ടാവില്ല. പരമാവധി പെണ്ണുങ്ങളെ പിടിച്ചെടുക്കാനും പരമാവധി ആണുങ്ങളെ തടയാനും കഴിയുന്ന പ്രമാണികൾ കൂടുതൽ സന്തതികളെ ഉണ്ടാക്കും. ആൺ മേധാവിത്വത്തിന്റെ തുടക്കം ഇവിടെ നിന്നാണ്. എല്ലാ ജീവികളിലും, പ്രത്യേകിച്ച് സസ്തനികളിൽ, പെണ്ണിന്റെ ലൈംഗികത നിയന്ത്രിക്കാനുള്ള ആണിന്റെ ശ്രമത്തിന് കാരണം ഇതാണ്. അഥവാ ഇതൊന്നും ഒരു പ്രശ്നമല്ലാത്ത പുരോഗമനവാദി മൃഗങ്ങൾ ആ ജനിതകം പേറുന്ന അധികം സന്തതികളെ ഉൽപ്പാദിപ്പിച്ചില്ല എന്നും പറയാം. ഒരു മൃഗവും രണ്ടാനച്ഛനാകാൻ തയ്യാറാകില്ല. എല്ലാ സസ്തനികളും യുദ്ധം ജയിച്ച് പെൺപടയെ ഏറ്റെടുത്താൽ ആദ്യം ചെയ്യുന്നത് സംഘത്തിലെ കുഞ്ഞുങ്ങളെ കൊല്ലുക എന്നതാണ്. എല്ലാ സസ്തനികളിലും ഈ പെരുമാറ്റം നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അമ്മമാർ ഒരു മടിയും കൂടാതെ ഈ ക്രൂരന്മാരുമായി രതിയിലേർപ്പെടുകയും ചെയ്യും. മൃഗങ്ങൾ അവരുടെ അധികാരപരിധിയിൽ അവകാശം സ്ഥാപിക്കാൻ മൂത്രം ഉപയോഗിച്ച് അടയാളം വയ്ക്കുന്നതുപോലെ ആണേലികൾ അവരുടെ പെണ്ണുങ്ങളുടെ മേലും മൂത്രം ഉപയോഗിച്ച് അടയാളം വയ്ക്കാറുണ്ട്. അന്യദേശക്കാരായ ആണേലികൾ ചിലപ്പോൾ അതിക്രമിച്ചു കയറി പെണ്ണിലികളുടെ മേൽ മൂത്രപ്രയോഗം നടത്താറുണ്ട്. അപരിചിതമായ ഈ മണം കിട്ടിയാൽ പെണ്ണിലികൾ ഗർഭിണികളാണെങ്കിൽ സ്വയം അവരുടെ ഗർഭം അലസിപ്പിച്ചു കളഞ്ഞു വീണ്ടും രതിക്രീഡകൾക്ക് തയ്യാറാകും. അല്ലെങ്കിൽ തന്നെ ധീരന്മാരെ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? മറ്റു ആണുങ്ങളുടെ കണ്ണ് വെട്ടിച്ച് ഈ ധീരകൃത്യം ചെയ്യാൻ കഴിവുള്ള ആണുങ്ങൾ തീർച്ചയായും നല്ല ജീനുകളുടെ ഉടമകളായിരിക്കും. കുടുംബത്തിലെ ആണിന് അതിൽ വല്ല പ്രശ്നവുമുണ്ടെങ്കിൽ അതങ്ങു നാലായി മടക്കി തലയിണച്ചോട്ടിൽ വച്ചേക്കുക. സസ്തനികളിൽ സാധാരണയായി പെണ്ണുങ്ങൾ ഒരുമിച്ചു ജീവിക്കുകയും ആണുങ്ങൾ ആ ബമ്പർ സമ്മാനത്തിനു വേണ്ടി പരസ്പരം മത്സരിക്കുകയുമാണ് പതിവ്. എലിഫന്റ് സീലുകളിൽ 4% ആണുങ്ങളാണ് 88% ഗർഭത്തിനും ഉത്തരവാദികൾ. ഭൂരിഭാഗം ആണുങ്ങൾക്കും ഒന്ന് ഉപ്പുനോക്കാൻ പോലും കിട്ടാറില്ല. ഈ പെണ്ണുങ്ങളെയും കള്ളക്കാമുകന്മാരെയും നിലയ്ക്കു നിർത്തേണ്ടതുകൊണ്ട് നേതാവായ പുരുഷ കേസരിക്ക് പെണ്ണിന്റെ 4 ഇരട്ടി വലുപ്പമുണ്ട്. ഇദ്ദേഹത്തിന്റെ ഭാര്യമാരുടെ ശരാശരി എണ്ണം 48 ആണ്. ഇനി നമ്മുടെ അടുത്ത ബന്ധുക്കളായ ആൾക്കുരങ്ങുകളുടെ കാര്യം നോക്കാം. ഗോറില്ലകൾ ഒരാണും 3 മുതൽ 6 വരെ പെണ്ണുങ്ങളും അടങ്ങുന്ന കൂട്ടമായാണ് ജീവിക്കുന്നത്. ആണുങ്ങൾ ഈ പെണ്ണുങ്ങൾക്കു വേണ്ടി പരസ്പരം പോരിക്കുകയും ചെയ്യും. സ്വാഭാവികമായും ശാരീരിക ശക്തിയും വലുപ്പവും പ്രധാനപ്പെട്ടതായതുകൊണ്ട് ആൺഗോറില്ലയ്ക്ക് പെൺഗോറില്ലയുടെ ഇരട്ടി വലുപ്പമുണ്ട്. ഇതിലെല്ലാം ദൈവത്തിന്റെ കരങ്ങൾ കാണുന്നവരുണ്ടാകാം. ഇതൊന്നും ദൈവം അങ്ങനെ സൃഷ്ടിച്ചതല്ല. എല്ലാം സ്വാഭാവിക നിർദ്ധാരണത്തിന്റെ കളിയാണ്. അതായത് വലുപ്പം കൂടിയ ആണുങ്ങൾ വലുപ്പം കുറഞ്ഞ ആണുങ്ങളെ പ്രത്യുൽപാദനത്തിൽ നിന്നു തടയുന്നു. അല്ലെങ്കിൽ പെണ്ണുങ്ങൾ 6 പാക്കില്ലാത്ത ആൺഗൊറില്ലകളെ തഴയുന്നു എന്നും വരാം.
കാരണം പെണ്ണുങ്ങൾ മികച്ച ജീനുകളാണ് തേടുന്നത്. അങ്ങനെ ശരീര വലുപ്പം കൂടാനുള്ള ജീനുകൾ തിരഞ്ഞെടുക്കപ്പെടുന്നു. പെൺഗിബണുകൾ പരസ്പരം വളരെ ദൂരെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നവരാണ്. ആൺഗിബൺ ഒരു പെണ്ണിനെ അന്വേഷിച്ചു കണ്ടുപിടിച്ച് ഏകപത്നീവ്രതക്കാരനായി മാന്യമായി ജീവിക്കും. മറ്റ് ആണുങ്ങളെല്ലാം പെണ്ണന്വേഷണവുമായി ദൂരസ്ഥലങ്ങളിലായിരിക്കുമെന്നതുകൊണ്ട് കുടുംബജീവിതം സമാധാനപരമായിരിക്കും. ഭാര്യാജാരനെയോ ഭാര്യയെയോ മർദ്ദിച്ചു നിലക്കു നിർത്തേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഗിബണുകളിൽ ശാരീരിക വലുപ്പം ആണിനും പെണ്ണിനും തുല്യമാണ്. വീണ്ടും പറയട്ടെ, ഇതൊന്നും ദൈവം അങ്ങനെ സൃഷ്ടിക്കുന്നതല്ല. ഇത്തരം സാഹചര്യത്തിൽ വലിയൊരു ശരീരം നിർമ്മിച്ചു പരിപാലിക്കുന്നത് അനാവശ്യ ചിലവാണ്. അതിനാൽ വലിയ ശരീരം നിർമ്മിക്കാനിടയാക്കുന്ന ജീനുകൾ പുറം തള്ളപ്പെട്ടു പോകും. അതിന്റെ ഫലമാണ് തുല്യ വലുപ്പമുള്ള ആൺ പെൺ ശരീരങ്ങൾ. ഇനി ഒറാങ്ങൂട്ടാൻ. ഇവിടെ പെണ്ണുങ്ങൾ ഒറ്റക്കാണ് ജീവിതമെങ്കിലും അടുത്തടുത്താണ് താമസം. ഒരാണിന് ശ്രമിച്ചാൽ ഒന്നിൽ കൂടുതൽ ചിന്ന വീടുകൾ കൊണ്ടു നടക്കാം. മറ്റു ആൺപ്രജകൾ പരിസരത്തൊക്കെ ഉണ്ടാവുമെന്നതുകൊണ്ട് സമാധാനപരമായ കുടുംബജീവിതത്തിന് ചില്ലർ ബലപ്രയോഗങ്ങളൊക്കെ വേണ്ടിവരും. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് പിടികിട്ടിക്കാണും. ആൺ ഒറാങ്ങുട്ടാനുകൾക്ക് അവരുടെ പെണ്ണുങ്ങളെക്കാൾ 1.7 മടങ്ങ് വലുപ്പമുണ്ട്. ചിമ്പാൻസികൾ വലിയ കൂട്ടമായി ആണും പെണ്ണും ഇടകലർന്നാണ് ജീവിക്കുന്നത്. ഒരാണിനും എല്ലാവരെയും നിയന്ത്രിക്കാൻ പറ്റില്ല, എത്ര ശക്തനാണെങ്കിലും. പെണ്ണ് ചിമ്പാൻസികളാണെങ്കിൽ ഒരെതിർപ്പുമില്ലാതെ ഏത് ആണിനും വഴങ്ങിക്കൊടുക്കുകയും ചെയ്യും. സദാചാരബോധമില്ലാത്ത വൃത്തികെട്ട ജന്തുക്കൾ എന്ന് തോന്നണ്ട. പെൺചിമ്പാൻസിയുടെ സദാചാരബോധമില്ലാത്ത പെരുമാറ്റത്തിന് ജൈവശാസ്ത്രപരമായ കാരണങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞപോലെ സസ്തനികളിൽ പുതിയ നേതാവിന്റെ ആദ്യത്തെ പ്രവൃത്തി തന്റെ അധീനതയിലുള്ള പെണ്ണുങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നുകളയുക എന്നതാണ്. ഭാവിയിൽ തന്റെ കുട്ടികൾക്ക്, അതായത് ജീനുകൾക്ക് ഉണ്ടായേക്കാവുന്ന എതിരാളികളെ നശിപ്പിക്കുക. സിംഹം ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. സിംഹത്തിനും മറ്റും ഇതൊക്കെ ആലോചിച്ച് ഇത്ര യുക്തിപൂർവ്വം പ്രവർത്തിക്കാൻ ആരും ബുദ്ധി കൊടുത്തതല്ല. കുഞ്ഞുങ്ങളെ കൊല്ലുക എന്ന പെരുമാറ്റം പ്രകടിപ്പിക്കുന്ന മൃഗത്തിന്റെ ജീനുകളായിരിക്കും ഭാവിതലമുറകളിൽ കൂടുതലുണ്ടാകുക. കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കുന്ന മൃഗങ്ങളുടെ ജീനുകൾ പിന്തലമുറകളിൽ അധികമുണ്ടാകില്ല. ആരുടെയോ ബുദ്ധിപൂർവമായ ഇടപെടൽ എന്നത് വെറും തോന്നലാണ്. പെൺചിമ്പാൻസികൾ എല്ലാ ആണുങ്ങളുമായും ബന്ധപ്പെടുന്നതിലൂടെ തന്റെ കുഞ്ഞുങ്ങളുടെ രക്ഷ ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. ആർക്കുമാർക്കും കുഞ്ഞ് തന്റെ സൃഷ്ടിയാണോ എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് ചിമ്പാൻസികൾ പൊതുവെ ശിശുഹത്യയ്ക്ക് മെനക്കെടാറില്ല. അതുകൊണ്ട് അവരിൽ ആണിനും പെണ്ണിനും തുല്യ വലുപ്പമാണ്. കൂട്ടത്തിൽ പറയട്ടെ, കുത്തൊഴിഞ്ഞത് എന്ന് തോന്നുന്ന ഈ ചിമ്പാൻസി ലൈംഗിക ജീവിതമാണ് സത്യത്തിൽ പരിണാമ സിദ്ധാന്തത്തിന് ഇത്രമാത്രം എതിരാളികളുണ്ടാകാൻ ഒരു കാരണം. ആ യഥാർത്ഥ കാരണം ഇപ്പോൾ എല്ലാവരും മറന്നു കഴിഞ്ഞിരിക്കുന്നു. വിക്ടോറിയൻ സദാചാരവാദികൾക്ക് ഞെട്ടലും അറപ്പും ഉണ്ടാക്കുന്നതായിരുന്നു ലണ്ടൻ മൃഗശാലയിലെ ചിമ്പാൻസികളുടെ നാണം കെട്ട പ്രവൃത്തികൾ. ഈ ചിമ്പാൻസികളാണ് മനുഷ്യന്റെ പൂർവികൻ എന്നാണ് ഡാർവിൻ പറയുന്നതെന്ന ധാരണയാണ് അതിനെ എതിർക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. സത്യത്തിൽ ചിമ്പാൻസികളാണ് മനുഷ്യപൂർവികർ എന്ന് ഡാർവിൻ പറഞ്ഞിട്ടേയില്ല. നിലവിലുള്ള ഒരു സ്പീഷീസും നിലവിലുള്ള വേറൊരു സ്പീഷീസായി മാറില്ല. പെണ്ണിനുവേണ്ടി കടുത്ത മത്സരം നടത്തുന്ന സ്പീഷീസുകളിൽ ആണിനെയും പെണ്ണിനെയും ദൂരെ നിന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ തിരിച്ചറിയാവുന്ന വലുപ്പ വ്യത്യാസമുണ്ടാകും. സെക്ഷുവൽ ഡൈമോർഫിസം എന്നു പറയും. ആണിനെ പെണ്ണായും പെണ്ണിനെ ആണായും വെറുതെ തെറ്റിദ്ധരിച്ച് കിട്ടുന്ന അവസരങ്ങൾ പാഴായി പോകരുതല്ലോ. നമ്മൾ പ്രതീക്ഷിക്കുന്നതുപോലെ കടുത്ത മത്സരം നടത്തുന്ന ഗോറില്ലകളിൽ നേതാവിന്റെ മുതുകിൽ വെള്ള നിറമുള്ള രോമങ്ങളുണ്ടാകും. ഒറ്റ നോട്ടത്തിൽ തന്നെ ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാം. ഏകപത്നി വൃതക്കാരായ ഗിബ്ബണുകൾ ആണും പെണ്ണും കണ്ടാൽ ഒരുപോലിരിക്കും. വാനരവർഗത്തിന്റെ സെക്ഷുവൽ ഡൈമോർഫിസം ഇപ്രകാരമാണ്. ചിമ്പാൻസികൾ ആണിനും പെണ്ണിനും ഏതാണ്ട് തുല്യ വലുപ്പമാണ്. എന്നാൽ ആൺ ഒറാങ്ങുട്ടാനും ആൺ ഗൊറില്ലക്കും അവരുടെ പെണ്ണുങ്ങളെക്കാൾ നല്ല വലുപ്പ വ്യത്യാസമുണ്ടാകും. നമ്മൾ ഇതുവരെ മനുഷ്യരെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. പൂർണ്ണമായും നിഷ്പക്ഷമായി സ്ത്രീ പുരുഷന്മാരെ നിരീക്ഷിച്ചാൽ, അല്ലെങ്കിൽ ഒരു അന്യഗ്രഹ ജീവി മനുഷ്യരെയും മറ്റു പ്രൈമേറ്റുകളെയും നിരീക്ഷിച്ചു പഠിക്കുകയാണ് എന്ന് കരുതിയാലും മതി നമ്മുടെ ലൈംഗിക ജീവിതത്തെക്കുറിച്ച് എന്ത് അനുമാനത്തിലെത്തും. ഒരു പുരുഷൻ സ്ത്രീയേക്കാൾ അല്പം വലുതാണ്. കൃത്യമായി പറഞ്ഞാൽ സ്ത്രീയുടെ 1.15 ഇരട്ടി വലുപ്പമുണ്ട് പുരുഷൻ. എന്നുവച്ചാൽ പരിണാമ വഴികളിൽ നമ്മുടെ പുരുഷപൂർവികർ സ്ത്രീകൾക്കായി കുറച്ചൊക്കെ അടിപിടികൾ നടത്തിയിട്ടുണ്ട്. ചില പുരുഷന്മാർക്ക് ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ചിലർക്ക് ആരെയും കിട്ടാതെയും ഇരുന്നിട്ടുണ്ട്. സെക്ഷുവൽ ഡൈമോർഫിസം മാത്രം നോക്കിയാൽ മനുഷ്യരിൽ ചെറിയ തോതിൽ ബഹുഭാര്യത്വം ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഇനി ഒരു റീക്യാപ്പ്. ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ: ചെറിയ പ്രത്യുൽപാദന കോശങ്ങൾ ഉള്ളത് ആണ്. വലിയ പ്രത്യുൽപാദന കോശങ്ങൾ ഉള്ളത് പെണ്ണ്. സന്താനോൽപാദനത്തിനുള്ള ചെലവ് ആണിനും പെണ്ണിനും തുല്യമല്ല. ആണിന്റെ മിനിമം ചെലവ് ഏതാനും മിനിറ്റ് നേരത്തെ അധ്വാനവും വലിയ ചിലവില്ലാതെ ഉണ്ടാക്കി വിടുന്ന ബീജവും മാത്രമാണെങ്കിൽ പെണ്ണിന് വലിയൊരു അണ്ഡം നിർമ്മിക്കാനുള്ള ചെലവ്, ഗർഭം, പ്രസവം, ഏതാനും വർഷത്തെ മുലയൂട്ടൽ ഒക്കെയായി ഭീമമായ നിക്ഷേപമാണുള്ളത്. സസ്തനികളിൽ ഭ്രൂണ വളർച്ച സ്ത്രീ ശരീരത്തിനുള്ളിലായതുകൊണ്ട് കുട്ടിയുടെ പിതൃത്വത്തെപ്പറ്റി ആണിന് യാതൊരു ഉറപ്പുമില്ല. അതിനാൽ ആണുങ്ങൾ സന്തതികളെ വളർത്താൻ സഹായിക്കാത്ത വെറും ഏഭ്യമാരായ അച്ഛന്മാരായിരിക്കും. എല്ലാ സ്പീഷീസുകളിലും പെണ്ണുങ്ങൾ ഒരു ഇണയെ സ്വീകരിച്ച ശേഷം സന്താനോൽപാദനത്തിനായി ഒരു കാമുകനെ ഉപയോഗിക്കുന്ന രീതി വ്യാപകമാണ്. മനുഷ്യൻ ഒരു സസ്തനിയായതുകൊണ്ട് ഈ പറഞ്ഞതെല്ലാം മനുഷ്യനും ബാധകമാണ്. ഇതുകൂടാതെ വേറെ ചില പ്രത്യേകതകൾ കൂടി മനുഷ്യനുണ്ട്.
മറ്റു സസ്തനികൾ ജനിച്ച് അധികം താമസിയാതെ സ്വന്തം കാര്യം നോക്കാൻ പ്രാപ്തി നേടുമ്പോൾ അതിൽ നിന്നു വ്യത്യസ്തമായി മനുഷ്യ ശിശുക്കൾ ജനിച്ച് ഏതാനും വർഷങ്ങൾ വരെ തീർത്തും നിസ്സഹായരാണ്. മാത്രമല്ല വളരെ ഊർജ്ജം വേണ്ട വലിയൊരു തലച്ചോറും. അതിനാൽ മനുഷ്യർക്ക് അച്ഛന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ നിക്ഷേപം കിട്ടിയേ പറ്റൂ. ചിമ്പാൻസികളെപ്പോലെ ആണും പെണ്ണും ഇടകലർന്നു ജീവിക്കുകയും എന്നാൽ പക്ഷികളെപ്പോലെ ആണ് കുഞ്ഞിനെ വളർത്താൻ സഹായിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് മനുഷ്യർക്ക്. മനുഷ്യർ പക്ഷികളെപ്പോലെ പെയർ ബോണ്ടിംഗ് അഥവാ ഒരു ആണും പെണ്ണും ഇണകളായി ജീവിക്കുന്ന രീതിയാണ് പിന്തുടരുന്നത്. സന്താനോൽപാദനം എന്ന പൊതു മിനിമം പരിപാടിക്കു വേണ്ടിയുള്ള ഈ ഇടപാടിൽ സ്ത്രീയും പുരുഷനും അവരവരുടെ സമ്പാദ്യം, അതായത് സ്ത്രീയുടെ അണ്ഡം, ഗർഭപാത്രം മുതലായവ, പുരുഷന്റെ ധനം, അധ്വാനം, സമയം മുതലായവ മൂന്നാമതൊരാളുമായി പങ്കിടില്ല എന്ന് തീരുമാനിക്കുന്നു. ഈ കരാറിന് സാമൂഹികാംഗീകാരം നൽകി വിവാഹം എന്ന് വിളിക്കുന്നു. എന്നാലും പുരുഷനും സ്ത്രീയും പറ്റും പോലെയെല്ലാം കരാർ ലംഘിക്കും. ദാമ്പത്യത്തിൽ വഞ്ചന കാണിക്കും. നമ്മുടെ പൂർവ്വ മാതാക്കൾ ശുദ്ധ പതിവ്രതകളൊന്നുമായിരുന്നില്ല. കാരണം രണ്ടു കൂട്ടരുടെയും ജീനുകൾക്ക് അതിൽ നിന്ന് മെച്ചമുണ്ടാകാം. പുരുഷന്മാർ ലൈംഗിക വഞ്ചന, അതായത് ഭാര്യ പരപുരുഷന്മാരുമായി ശാരീരിക ബന്ധം പുലർത്തുന്നത് കൂടുതൽ ഗൗരവമായി എടുക്കുമ്പോൾ സ്ത്രീകൾ വൈകാരികമായ വഞ്ചന, അതായത് മറ്റു സ്ത്രീകളുമായുള്ള പുരുഷന്റെ വൈകാരികമായ അടുപ്പമാണ് കൂടുതൽ ഗൗരവമായി എടുക്കുന്നത്. പുരുഷന്മാരുടെ വേവലാതി വല്ലവരുടെയും കുട്ടികളെ വളർത്തേണ്ടി വരുന്നത് ഒഴിവാക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ സ്ത്രീകളുടെ വേവലാതി ഭർത്താവിന്റെ പാരന്റൽ നിക്ഷേപം തന്റെ സന്തതികൾക്കു കിട്ടാതെ എതിരാളിയായ മറ്റൊരു സ്ത്രീയുടെ സന്തതികൾക്കു പോകുമോ എന്നതിലാണ്. സ്ത്രീകളിലെ പ്രത്യുൽപാദനകാലം പരിമിതമാണ്. ഒരു 15 വയസ്സ് മുതൽ ഒരു 45-50 വയസ്സു വരെ മാത്രം. അതായത് ഗർഭം ധരിക്കാൻ വൈകുന്നതോ ജൈവശാസ്ത്രപരമായി തെറ്റായ പുരുഷനിൽ നിന്ന്, അതായത് മോശം ജീനുകളുള്ളതോ സന്തതികളെ വളർത്താൻ സഹായിക്കുകയോ ചെയ്യാത്ത പുരുഷന്മാരിൽ നിന്നു ഗർഭം ധരിക്കുന്നതോ വളരെ നഷ്ടമുണ്ടാക്കുന്ന തെറ്റുകളായിരിക്കും. ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നിശ്ചിത സമയം കഴിഞ്ഞാൽ ലാപ്സായി പോകുന്ന ഒന്നാണ് സ്ത്രീകളുടെ പ്രത്യുൽപാദനകാലം. അക്കാര്യത്തിൽ പുരുഷന്മാർ ഭാഗ്യവാന്മാരാണ്. പുരുഷന്മാരുടെ പ്രത്യുൽപാദനകാലം ഒരു 13-14 വയസ്സു മുതൽ മിക്കവാറും മരണം വരെയാണ്. പിക്കപ്പും മൈലേജും കുറഞ്ഞാലും കാര്യം നടത്താൻ പുരുഷന് സാധിക്കും. ഇതുപോലുള്ള പ്രത്യേകതകൾ മൂലം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ചിന്താരീതികളും മനഃശാസ്ത്രവും തീർത്തും വ്യത്യസ്തമായിരിക്കും. പുരുഷന്മാർ ചൊവ്വയിൽ നിന്നും സ്ത്രീകൾ ശുക്രനിൽ നിന്നും വരുന്നവരാണ് എന്ന് പറയുന്നത് അവരുടെ മനഃശാസ്ത്രം വ്യത്യസ്തമായതുകൊണ്ടാണ്. അവരുടെ മനഃശാസ്ത്രം വ്യത്യസ്തമാകാൻ കാരണം അവരുടെ ലൈംഗിക കോശങ്ങൾ വ്യത്യസ്ത വലുപ്പമുള്ളവയായതുകൊണ്ടാണ്. ലൈംഗിക കോശങ്ങൾ വ്യത്യസ്ത വലുപ്പമുള്ളവയാകാൻ കാരണം ലൈംഗിക കോശങ്ങളിൽ ഒന്നിന് മൈറ്റോകോൺട്രിയ ഉപേക്ഷിക്കേണ്ടി വന്നതുകൊണ്ടാണ്. ഇതിനെല്ലാം കാരണം ശതകോടിക്കണക്കിന് വർഷങ്ങൾക്കു മുൻപ് നമ്മുടെ ആദിമപൂർവികനായ ഒരു ഏകകോശ ജീവിക്ക് ഒരു ദഹനക്കേടുണ്ടായി. ആ കോശത്തിന് അത് വിഴുങ്ങിപ്പോയ ഒരു ബ്ലൂ ഗ്രീൻ അൽഗയെ ദഹിപ്പിക്കാൻ പറ്റിയില്ല. എന്താ രസല്ലേ?